നഗരസഭാ ഭരണം കുറച്ചു കാലമായിട്ട് ബി ജെ പിക്കാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി വളർച്ചയിൽ ഏറ്റവും വലിയ നല്ല ഗ്രാഫ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് പാലക്കാട്. എൻ്റെ എതിരാളികൾ ആരും അത്ര ശക്തരല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ ഈസി ആയിട്ട് ജയിക്കും, ഈസി വാക്ക് ഓവർ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന തരത്തിലുള്ളൊരു ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ നടത്തിയത്. കാരണം എൻ്റെ സ്ഥാനാർത്ഥികൾ, എൻ്റെ എതിരാളികൾ അത്ര ശക്തരല്ല എന്ന് പറയുന്നത്. രമേശ് പിഷാരുടെയും അങ്ങനെ ദുർബലനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, മറ്റേ റസാക്കിനെ അങ്ങനെ ദുർബലനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമായിട്ട്, മണ്ഡലമായിട്ട്, അത് കഴിഞ്ഞ ബൈ ഇലക്ഷൻ കൂടി കണക്കൂട്ടുമ്പോൾ 4 ടേമായിട്ട് നല്ല ശക്തമായ മത്സരം ഇവർ തമ്മിൽ നടക്കുന്ന സ്ഥലമാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തുകയാണ്. അവർ ഭയങ്കര ഡെസ്പായ പോലെ പറയുന്നത്, എനിക്ക് കിട്ടിയ സ്ഥാനാർത്ഥികൾ വളരെ ദുർബലമായി പോയല്ലോ, ഞാൻ നല്ലൊരു പോരാട്ടമാണ് അവിടെ പ്രതീക്ഷിച്ചതെന്ന്. ശോഭാ സുരേന്ദ്രനെ നമുക്കറിയാം, ചെന്ന സ്ഥലങ്ങളിലെല്ലാം വ്യക്തമായ വോട്ട് ഭൂരിപക്ഷം BJPക്ക് ഉണ്ടാക്കി കൊടുത്ത, ഈ പാലക്കാടടക്കം ഉണ്ടാക്കി കൊടുത്ത സ്ഥാനാർത്ഥിയാണ്. അവരുടെ കരുത്തിൽ നമുക്കൊരു സംശയമില്ല. ഇനി അവർ പറഞ്ഞ വസ്തുത വെച്ച് സത്യത്തിൽ അവിടെ ഇപ്പോൾ LDFന് വേണ്ടി NRM റസാക്കും രമേശ് പിഷാരടി UDF നമുക്കറിയാം. ഇവർ ദുർബല കാൻഡിഡേറ്റ്സ് തന്നെയാണോ, അതോ ശോഭാ സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസമാണോ? അത് നമ്മളിൽ കാണേണ്ടത്, ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളില്ലാതില്ല. കാരണം പാലക്കാട് 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാണ് 2ാം സ്ഥാനത്തേക്ക് BJP 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വലിയ ത്രികോണ മത്സരം ആണ് എങ്കിൽ പോലും UDFും NDAയും തമ്മിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന സ്ഥലമായിട്ട്, മണ്ഡലമായിട്ട്, അത് കഴിഞ്ഞ ബൈ ഇലക്ഷൻ കൂടി കണക്കൂട്ടുമ്പോൾ 4 ടേമായിട്ട് നല്ല ശക്തമായ മത്സരം ഇവർ തമ്മിൽ നടക്കുന്ന സ്ഥലമാണ്. ആ ഒരു ട്രെൻഡ് തുടങ്ങുന്നത് 2016 അപ്പം ഈ അല്ലാതെ തന്നെ BJPക്ക് അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഗരസഭാ ഭരണം കുറച്ചു കാലമായിട്ട് BJPക്കാണ്. അതുകൊണ്ട് തന്നെ BJP വളർച്ചയിൽ ഏറ്റവും വലിയ നല്ല ഗ്രാഫ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് പാലക്കാട്. ആ നഗരം ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് ഈ പാലക്കാട് നിയോജക മണ്ഡലം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം വളരെ ശക്തമായ പോരാട്ടം നടന്നത്. ഷാഫി പറമ്പിൽ, സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ഒരു ഭാഗത്തും, മറുഭാഗത്ത് മെട്രോമാൻ ഈ ശ്രീധരനൊക്കെ തമ്മിൽ നടന്ന വലിയ പോരാട്ടം. ഈ ശ്രീധരൻ ജയിച്ചു എന്നുള്ളൊരു ഘട്ടം വരെ വന്നിരുന്നു. വളരെ അവസാന ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ മുന്നിൽ വന്നതും വിജയിക്കുന്നതും. വളരെ വൻ ഭൂരിപക്ഷത്തിലല്ല വിജയിച്ചത്, 3000 സംതിങ് വോട്ടിനാണ് വിജയിച്ചത്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടം 18,800 സംതിങ് വോട്ടുകൾക്കാണ് ജയിച്ചത്. പക്ഷേ ബൈ ഇലക്ഷനായിട്ട് നമ്മൾ കാണണമെങ്കിൽ പോലും BJP അവിടെ വളരെ ശക്തമായ കനത്ത രീതിയിൽ തന്നെ പോരാട്ടം നടത്തിയിരുന്നു നമുക്കറിയാം. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ കഴിഞ്ഞ തവണയുള്ള സ്ഥാനാർത്ഥികൾ ആരുമില്ല. പാലക്കാട് കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 3 സ്ഥാനാർത്ഥികളും ഇത്തവണ മത്സരരംഗത്തില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ബൈ ഇലക്ഷൻ്റെ സമയത്ത് ഈ ശോഭാ സുരേന്ദ്രൻ സീറ്റ് മോഹിച്ചിരുന്നു. സീറ്റ് പക്ഷേ അവർക്ക് ലഭ്യമായിരുന്നില്ല. കാരണം അന്ന് കെ സുരേന്ദ്രനായിരുന്നു പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം ശോഭാ സുരേന്ദ്രൻ തമ്മിലുണ്ടായിരുന്ന ചില പടലപ്പിണക്കം കാരണം അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയും കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. കൃഷ്ണകുമാർ പ്രതീക്ഷിച്ചിരുന്നത് വലിയ വിജയം നേടുമെന്നായിരുന്നു. പക്ഷേ വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അവിടെ പാർട്ടിയിൽ തന്നെ വലിയ വിഭാഗീയതയുണ്ടായിരുന്നു. പാർട്ടി അവിടുത്തെ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർ 2 തട്ടിലായിരുന്നു. ശോഭാ സുരേന്ദ്രന് അനുകൂലമായ നിലപാടൊക്കെ സ്വീകരിച്ചു. ഈ ഒരു അപകടം മുന്നിൽ കണ്ടാണ് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കുറച്ചും കൂടി വലിയ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തും, ഒരുപക്ഷെ കെ മുരളീധരൻ വന്നേക്കാം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളുടെയും പേരുകൾ വന്നിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം വലിയ ലൈംഗിക അപവാദ കേസിലൊക്കെ പെട്ട് അദ്ദേഹത്തിന് അവിടെ തുടർന്ന് മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. കോൺഗ്രസ് നിന്നൊക്കെ പുറത്താക്കപ്പെട്ടുവെങ്കിൽ പോലും ഇത്തവണ രാഹുൽ മാങ്കൂട്ടം കേസിൽ അകപ്പെട്ടില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ വരുമായിരുന്നു. അവിടെ ഒരു കനത്ത പോരാട്ടം നടക്കുമായിരുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ മനസ്സിൽ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കണ്ടിരുന്നത് കുറച്ചും കൂടി വലിയ ആൾ, അവിടെ ഒരു വലിയ നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ്, അതുപോലെ തന്നെ CPMന് തന്നെ വലിയ നേതാവൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ CPM അവിടെ കൊണ്ടുവന്ന റസാക്ക് വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നും അത് അവിടെ ചില ഡീലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും LDFൻ്റെ വോട്ടുകൾ വ്യാപകമായി ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ന്യായീകരിക്കാൻ കൂടി വേണ്ടി ആവാം ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയെന്നുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല, ഇപ്പം വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ മുന്നണികളാണ് മത്സരിക്കുന്നത്, പാർട്ടികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ സ്ഥാനാർത്ഥി കരുത്തൻ തന്നെയാണ്. അപ്പോൾ ദുർബലൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. റസാക്കായാലും LDF കൊണ്ടുവന്നാണ്, അദ്ദേഹത്തിന് പാർട്ടി ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേതാവ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് പാർട്ടി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു LDF കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ ചില അട്ടിമറി വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. എനിക്ക് എൻ്റെ എതിരാളികൾ ആരും
അത്ര ശക്തരല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ ഈസി വാക്ക് ഓവർ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന തരത്തിലുള്ളൊരു ഒരു ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ നടത്തിയത്. കാരണം എൻ്റെ സ്ഥാനാർത്ഥികൾ, എൻ്റെ എതിരാളികൾ അത്ര ശക്തരല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ശരിയാണ്, കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, നിയമസഭാ മണ്ഡലങ്ങളിലും തുടർച്ചയായി മത്സരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് വളരെ കരുത്തരായ എതിരാളികൾ തന്നെയായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ പാർട്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, മുന്നണി തരത്തിലുള്ള മത്സരമാണ് അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതുകൊണ്ട് ദുർബലർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം രമേശ് പിഷാരുടെയും അങ്ങനെ ദുർബലൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല, മറ്റേ റസാഖിനെ അങ്ങനെ ദുർബലൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ദീർഘകാലമായി 3-ാം സ്ഥാനത്ത് തള്ളപ്പെട്ടിരുന്ന CPM കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ സരിന UDF-കാർ സ്ഥാനാർത്ഥിത്വം കൊടുക്കാതെ വന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വലിയ തിരിച്ചടി മേടിച്ച സ്ഥലമാണ്. അപ്പോൾ ഇത്തവണ സ്വാഭാവികമായിട്ടും സീരിയസ് ആയിട്ടാണ് CPM ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാലക്കാട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായ ശ്രമമായിരുന്നുവെങ്കിൽ ശരിക്കും അവിടെ പാർട്ടിയുടെ കുറേ നേതാക്കളാണ്, കൃഷ്ണദാസിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ മത്സരിച്ചാണ്. അപ്പോൾ കൃഷ്ണദാസിനെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ പാർട്ടിയിൽ തന്നെ വളരെ സജീവമായി സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ മത്സരരംഗത്ത് ഇറക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അവർക്ക് തീർത്തും പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള ഒരാളിനെ അവരവിടെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് ശോഭാ സുരേന്ദ്രന് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്താൽ അത് ശരിക്കും ഡീലുണ്ട് എന്നുള്ള കാര്യത്തിന് വ്യക്തത ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത് ദീർഘകാലമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉള്ള ശോഭാ സുരേന്ദ്രനെ നേരിടാൻ വേണ്ടി ഇന്നേ വരെ പാർലമെന്റ് രംഗത്തൊന്നും കാണാതിരുന്ന 2 സ്ഥാനാർത്ഥികളെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ ഇറക്കി എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായ പ്രകടനമാണ് അവർ നടത്തിയത്. അല്ലാതെ അവരവിടെ ഈസിയായിട്ട് ജയിക്കും എന്നുള്ളൊരു തോന്നലല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരുടെ പ്രസ്താവനയിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടെ ഈ 2 സ്ഥാനാർത്ഥികളും ദുർബലരായതിനാൽ ഞാൻ ഡീൽ കൊണ്ടൊന്നുമല്ല ജയിക്കുന്നത്, മറിച്ച് ഈ സ്ഥാനാർത്ഥികളെല്ലാം ദുർബലരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വീക്ഷിക്കാവുന്നതാണ്. അവിടെ ഫുൾ മുൻകൂർ ജാമ്യങ്ങളാണല്ലോ. അതെ. ഇ.ഡി. സതീശൻ പറയുന്നതും മറ്റൊരു മുൻകൂർ ജാമ്യം. ഇൻ കേസ് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത് ഈ ഡീൽ കൊണ്ടാണ്, നമ്മുടെ കഴിവുകേടല്ല. കാരണം അവിടെ ഓൾറെഡി പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ല, അത് മാത്രമല്ല, ഈ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ അവിടുന്ന് സ്വാഭാവികമായിട്ടും വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പാലക്കാട്ടുകാരനായ ഒരാൾ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു അവിടുത്തെ ജില്ലാ നേതൃത്വം, കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം. പക്ഷേ ഷാഫി പറമ്പിൽ വളരെ നിർബന്ധിച്ചാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് കൊണ്ട് ഇറക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഇറക്കിയതിൻ്റെ പേരിലാണല്ലോ സരിൻ അവിടുന്ന് പാർട്ടിയായിട്ട് വീടിച്ചു പോവുകയും അദ്ദേഹം CPM-ൻ്റെ സഹയാത്രികനായി മാറുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ അന്ന് സരിൻ അവിടെ മത്സരിപ്പിക്കുകയും സരിൻ ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവിടെ പാർട്ടി കുറച്ചും കൂടി ഭദ്രമായിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കേസുകൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഈ കോൺഗ്രസിന് കുറച്ചും കൂടി അവിടെ നല്ലൊരു അന്തരീക്ഷം, മത്സരിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ലൈംഗിക ആരോപണ കേസൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട്. അത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അല്ലാത്ത രമേശ് പിഷാരടിയെ കൊണ്ട് മത്സരിപ്പിച്ചത്. തോറ്റുപോയാൽ ഒരുപക്ഷെ കോൺഗ്രസ് പറയുക ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ഒരു ചെറിയ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ രമേശ് പിഷാരടിയെ പോലെ ഒരാളിനെ ആയിരുന്നില്ല അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് കൈയൊഴിയും. മത്സരിച്ച് ജയിച്ചാൽ അവർ പറയും കോൺഗ്രസിന് എക്കാലത്തെയും നല്ല സ്വീകാര്യതയുള്ള മണ്ണാണ് പാലക്കാട്, അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെയോ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി ഡീല് ഉറപ്പിച്ച CPM-ൻ്റെയും രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയുള്ള കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് എന്തെയും അത് വെള്ളപൂശും. ഇതാണ് സംഭവിക്കുന്നത്. ഇരുതല വാളാണ് സത്യത്തിൽ, ഇരുതല വാളാണ് ശരിക്കും പാലക്കാട്.